ഹലോ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സമ്മർ വെക്കേഷന് അടുത്ത ഡെസ്റ്റിനേഷനായ സൊറന്തോയിലാണ് ഇപ്പോൾ ഉള്ളത്. സൊറന്തോ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ സൗത്ത് സൈഡാണ്. ബീച്ചസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ബീച്ചസ് ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കൂടെ ഇവിടെ ഏറ്റവും ഫേമസ് ലിമൺ ആണ്. അപ്പം നമുക്ക് ഇന്ന് സൊറന്തോ മൊത്തം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതൊക്കെ കണ്ടില്ലേ, സമ്മർ ആയി കഴിഞ്ഞാൽ സൊറന്തോ ഓണാണ്. ശരിക്കും ഇവിടെ സമ്മറിൽ മാത്രമേ കച്ചവടവും ബിസിനസ്സും ഒക്കെ ഉള്ളൂ. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോസ്ഡാണ്. എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ ട്രിപ്പിന് പോകുന്നത് വിൻ്റർ ടൈമിനാണ്. അപ്പോൾ ഇവിടെ എന്താണ് ലെമൺ ഇത്ര ഫേമസ് എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതാണ്ട് ഈ കാണുന്ന ഈ കാണുന്നതല്ല, ആ കാണുന്ന വലിയ ചെറിയ നാരങ്ങയാണ് ഇവിടുത്തെ ഫേമസ്. ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു ബബ്ലി മൂസിന്റെ വലുപ്പമുണ്ട് ഇവിടുത്തെ ഒരു ലെമണ്. സോ ബബ്ലി മൂസ അല്ല, ലെമൺ തന്നെയാണ്. അതായത് നമ്മൾ ചെറുനാരങ്ങ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇത്. ഭയങ്കര ജ്യൂസിയാണ്, കുറച്ച് നല്ല കട്ടി സിട്രിക് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കണ്ടില്ലേ, അതാണ്ട് ഈ വലുപ്പമുണ്ട് ഒരു ലെമണിന്. ആക്ച്വലി ഇല്ലേ, ഒരു ഏറെക്കുറെ ഒരു 500-600 ഗ്രാം വരും. ഗ്രാസിയെ അങ്ങനെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന്റെ പൊന്നിന്റെ മുഖത്തിന്റെ അത്രയുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല പുളിപ്പും മധുരമായിട്ട് നമ്മുടെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സൊറന്തോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാർ നല്ല ഫ്രണ്ട്ലിയാണ് ഇവിടെ. പിന്നെ ബാക്കി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ തന്നെയാണെങ്കിൽ പോലും പക്ഷേ കുറച്ചും കൂടെ കൂടുതലായിട്ട് ആൾക്കാർ നന്നായിട്ട് ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ സുവനീറും ഹാൻഡ് ക്രാഫ്റ്റ്സും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കടയിൽ വന്നതാണ്. നമുക്ക് നോക്കാം. അതെ, മൊത്തം ലെമണാണ്. ക്യാൻഡി ലവേഴ്സിനാണെങ്കിൽ ലെമണിൻ്റെ പല സൈസ് ഫ്ലേവറിലുള്ള ക്യാൻഡീസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ ലെമണിൻ്റെ പല സൈസ് വെറൈറ്റി ലിക്കേഴ്സാണ്. ലെമൺ മാത്രമല്ല വേറെ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ തേങ്ങ പുള്ളി ഞങ്ങൾ ഇങ്ങോട്ട് ഓഫ് ചെയ്യാണ്. ഈ ഒരു ലെമൺ ചെല്ലോ ടേസ്റ്റ് ചെയ്യാന്ന് പറയാണ്. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞങ്ങൾ. ഇവിടുത്തെ ഓതന്റിക് സാധനമാണെന്ന് പുള്ളി പറഞ്ഞു. ഇവിടുന്ന് 50 മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. വാവ്, നമുക്കിത് പോണ വഴി കറക്റ്റായിട്ട് അറിയാം. അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് 2 ക്രീമി ഇതും കൂടെ പുള്ളി ഓഫ് ചെയ്യുന്നത്. താങ്ക് യു. ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിത് ക്രീമി ലൈക്ക് മെലൺ ആണ്. വാവ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അടിപൊളി, നല്ല കസ്റ്റമർ സർവീസും പരിപാടിയായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാനുള്ള ഉദ്ദേശമില്ല എന്നാ പറഞ്ഞു. അതിൻ്റെ ഒന്നും കുഴപ്പമില്ല. സൊറന്തോയിൽ വന്നാൽ നല്ല ആൾക്കാർ, അതെ, കള്ള് തന്നുകൊണ്ട് വളരെ നല്ല ആൾക്കാർ. ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് സൊറന്തോന്ന് അമാൽഫി കോസ്റ്റിലേക്ക് പോവാണ്. ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങളുടെ സൊറന്തോ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിൽ തന്നെയാണ് ബസ് വന്ന് നിൽക്കുക. സോ അങ്ങനെ ഞങ്ങൾ അമാൽഫി എത്തി. 1.5 hour റോഡ് ട്രിപ്പ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു അല്ലേ കാണാൻ. ഈ കാണുന്ന സ്വർഗം പോലത്തെ സ്ഥലമാണ് അമാൽഫി. ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു ഡെസ്റ്റിനേഷനാണ്. ബ്യൂട്ടിഫുൾ ബീച്ചസും ഇതുപോലെ കളർ ബിൽഡിങ്സുകളും മൗണ്ടൈനുമാണ് അമാൽഫിയുടെ പ്രത്യേകത. ഓക്കെ, ഞങ്ങളങ്ങനെ വന്ന് സ്ഥലം പിടിച്ചു. നല്ല മഞ്ഞക്കളറുള്ള കുടയൊക്കെയാണ്. നേരത്തെ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, വെള്ളത്തിന് തൊട്ടടുത്ത് തന്നെ സീറ്റ് കിട്ടി. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും ആൾക്കാരില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഫില്ലാവും. നല്ല വെയിലുണ്ട്. 38-40 ടെമ്പറേച്ചർ. ബീച്ച് കണ്ടില്ലേ, നല്ല ക്ലീനാണ്. അല്ലെങ്കിൽ അത്രയും ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ വരുന്ന ടൂറിസ്റ്റുകളായിക്കോട്ടെ, ഇവിടുത്തെ അതോറിറ്റി ആയിക്കോട്ടെ, നീറ്റായിട്ട് വെക്കും. ബീച്ചിലൊക്കെ നമുക്ക് സ്ത്രീകളിനെ കാണാൻ പറ്റും. ഉമാര് നമ്മളെ ഫുഡൊക്കെ കൊണ്ടുവന്നാൽ അത് തട്ടിപ്പറിക്കാൻ വേണ്ടി വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബീച്ചിനധികം ആഴല്ല, നമുക്കൊരു 10-20 മീറ്റർ വരെ നമുക്കിങ്ങനെ നടന്നു വരാൻ പറ്റുന്ന ഹൈറ്റിലേ ഉള്ളൂ. ഇവിടെ അടുത്ത് നീന്തൊന്നും ചെയ്യാണ്ട് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് മീനിനെ കിട്ടി. മിടുക്കനാണ്. ഇതിപ്പോൾ 2ാമത്തെ-3ാമത്തെയാണ് നമ്മൾ പിടിച്ചോണ്ട് പോണേ. ഞങ്ങളങ്ങനെ ലാസ്റ്റ് ബീച്ചിൽ നിന്ന് കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ നല്ല ടയർഡായി. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇനി അടുത്ത ലൊക്കേഷൻ നോക്കി പോവാണ്. അതെ, അതാണ്ട സ്ട്രീറ്റ് നിറച്ച ആൾക്കാരായി. ഇവിടെ നമുക്ക് ആകെയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടും. ഇവിടെ ബീച്ച് ആയതുകൊണ്ടും ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടും ഭയങ്കര കോസ്റ്റാണ് വെള്ളത്തിനൊക്കെ. 1 ലിറ്റർ വെള്ളം വാങ്ങുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാവും. സോ എല്ലാവരും വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കും. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഇത് അമാൽഫിയുടെ വേറൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അമാൽഫി കത്തീഡ്രൽ 9th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്തതാണിത്. സെയിൻറ്റ് ആൻഡ്രിയയുടെയാണ് ഈ ഒരു കത്തീഡ്രൽ വരുന്നത്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. എപ്പോഴെങ്കിലും ഇറ്റലിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് അമാൽഫി. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്, ഇവിടെ വിട്ട് പോകാനേ തോന്നില്ല.